ഭക്ഷണവും ഭാഷയും നമ്മുടെ എല്ലാ വ്യവഹാര രീതികളിലും എനിക്കൊന്ന് എപ്പോഴും പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജാതി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് മാസ്കുറേഡ് ചെയ്യും. ഒരു വണ്ടർഫുൾ വർക്ക് ഉണ്ട് പ്രൊഫസർ MSS പാണ്ഡ്യൻ്റെ ബ്രാഹ്മൺ ആൻഡ് നോൺ ബ്രാഹ്മൺ. അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും ആ ടാസ്ക് എടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വർക്കാണ്. അതിനകത്ത് അദ്ദേഹം അതിൻ്റെ ഇൻട്രഡക്ഷനിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ക്വയറ്റ് ഓഫൻ ഇൻ ഇന്ത്യ ദ സവർണ മാസ്കുറേറ്റ്സ് as the secular. അതായത് നമ്മൾ മതനിരപേക്ഷം എന്ന് വിചാരിക്കുന്നതും പൊതു എന്ന് വിചാരിക്കുന്നത് പലതും ജാതീയവുമാണ് ഇന്ത്യയിൽ. അദ്ദേഹം അതിൻ്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുന്നത് ഇന്ത്യയിലെ ജഡ്ജസിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജഡ്ജസ് വന്നത് നമ്മൾ കൊളോണിയലിസം എന്ന് പറയുന്ന പ്രോസസ്സിന് മുമ്പ് ഇവിടെ ഉണ്ടായ കാര്യമാണ് കാസ്റ്റിസം. അപ്പോൾ കൊളോണിയൽ പവേഴ്സ് ഇവിടെ വന്നിട്ട് കാസ്റ്റ് മായ്ച്ചു കളയുകയല്ല ചെയ്തത്, കാസ്റ്റിൻ്റെ പുറത്ത് അവരടുത്തൊരു ലെയറിൽ പെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തമ്മിൽ കല്യാണം കഴിച്ച് ഭയങ്കര ഇന്റർമാരേജ് ചെയ്ത് ഭയങ്കര സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കോളനി ഭരണമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അജന്ത സുബ്രഹ്മണ്യത്തിൻ്റെ ദ കാസ്റ്റ് ഓഫ് മെറിറ്റ് എന്നുള്ള വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സവർണ ജാതികളിൽ നിന്നൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള പഠനമാണ്. ഇവിടെ ആക്ച്വലി എഞ്ചിനീയേഴ്സ് ആകേണ്ട ആരായിരുന്നു? ആക്ച്വലി എഞ്ചിനീയേഴ്സ് ആകേണ്ടത് ഇവിടെ നമ്മൾ കീഴാള എന്ന് പേരിട്ട് വിളിക്കുന്ന വിഭാഗങ്ങളാണ്. അവർക്കാണ് തച്ചുശാസ്ത്രം അറിയാമായിരുന്നു, അവർക്കായിരുന്നു ഇവിടുത്തെ മെക്കാനിക്സ് അറിയായിരുന്നു, ഗിയറിംഗ് സിസ്റ്റം. ഇതിനൊക്കെ റെക്കോർഡഡ് പ്രൂഫ് ചരിത്രത്തിലുണ്ട്. ഇതൊക്കെ ഇവർക്ക് അറിയായിരുന്നു. അരക്കട്ട എന്ന് പറഞ്ഞ വീൽ സിസ്റ്റം, നമ്മൾ പാടത്തൊക്കെ കാണുന്ന വീൽ സിസ്റ്റം ഗിയറാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് 14-ാം നൂറ്റാണ്ട് തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ വിഭാഗങ്ങളെയെല്ലാം മാറ്റി നിർത്തി പുതിയൊരു സെറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ്, കാരണം എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ക്രീമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമുക്ക് ഇവരെ ഒരു ചൂഷിത ജാതികളിൽ നിന്ന് നമുക്ക് അവരെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുതിയ ഒരു പ്രോസസ്സിൽ കൂടെ, അതായത് എഡ്യൂക്കേഷൻ ഇന്ന വിഭാഗങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞ് ഒരു പുതിയ എഞ്ചിനീയറിംഗ് കോപ്സിനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ആ വർക്കിൽ പറയുന്നത്. അതുകൊണ്ടാണ് IIT-കളിൽ പഠിക്കുന്ന ബ്രാഹ്മണായിട്ടുള്ള കുട്ടികൾ പറയുന്നത്, ഓ ദിസ് ഇസ് എ ഹോം അവേ ഫ്രം ഹോം. ഇതെനിക്ക് വീട് പോലെ തന്നെയാണ്. കാരണം അവരുടെ അവർ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ടീച്ചേഴ്സ് മുഴുവനും ബ്രാഹ്മണായിട്ടിരിക്കുന്നു, അവരുടെ കൂടെ പഠിക്കുന്നവരെല്ലാം ബ്രാഹ്മണായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒപ്രസർ കാസ്റ്റുകളിലായിട്ടിരിക്കുന്നു. എന്നാൽ ഇതേ ചോദ്യം ഒരു ദളിത് കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റിഫ്ലിംഗ് ആയിട്ട് IIT-യിൽ പഠിച്ചതല്ലേ ദിനു, അവിടെ നിന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നതാണ് IIT പഠിക്കുന്ന ദളിത് കുഞ്ഞുങ്ങൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ വരുന്നു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യും. അതായത് ഇവർക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇത് ഇന്ന് തുടങ്ങിയ പ്രോസസ്സല്ല, 200 വർഷമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പൊതു എന്നുള്ളത് ജാതീയമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഓണസദ്യ എന്ന് പറയുന്നത് ഇലയിൽ വിരിച്ച് ഇത്രയും കറികൾ നിരത്തി വെച്ച്. ഏത് മനുഷ്യനാണ് കേരളത്തിൻ്റെ ഒരു 50 വർഷം മുമ്പേ അല്ലെങ്കിൽ ഒരു 70 വർഷം മുമ്പേ ഇത്രയും കറികളുള്ള ഒരു സദ്യ കഴിക്കാൻ പറ്റിയിരുന്നത്? ചമ്രം പടഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയത് പോട്ടെ, ഓണത്തിന് സദ്യ വിളമ്പുന്നതും കസവ് സാരി കൊടുക്കുന്നതും പിന്നെയും ക്ഷമിക്കാം. കേരള പിറവിക്ക് കസവ് സാരി കൊടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഇവിടെ കസവ് സാരി കൊടുക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ കസവ് മുണ്ട് കൊടുക്കാൻ പറ്റിയിരുന്ന എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? 10% സ്ത്രീകളിൽ താഴെയുള്ളൂ. എന്നിട്ട് കേരളത്തിൻ്റെ ദേശീയ വേഷമായിട്ട് മാറുന്നത് എന്താ? കസവ് സാരിയായി മാറുകയാണ്. സിംറ്റമാറ്റിക് ആയിട്ട് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കര സെക്യുലർ സിമ്പിൾസായി നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജഡ്ജ് ഞാൻ പറഞ്ഞു വന്നത്, MSS പാണ്ഡ്യൻ്റെ വർക്കിൽ ജഡ്ജിമാരെ കുറിച്ചാണ് അദ്ദേഹം കേസ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഈ ജഡ്ജിമാർ ആദ്യമായിട്ട് ഇന്ത്യൻ ജഡ്ജിമാർ വരുമ്പോൾ ബ്രാഹ്മണരിൽ നിന്നാണ് വളരെ കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർ ജഡ്ജിമാരെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ ജഡ്ജിമാർക്ക് അവരെ തന്നെ സെൽഫ് ഫാഷൻ ചെയ്യണമല്ലോ, അവരെ തന്നെ പ്രകടിപ്പിക്കണം പുതിയൊരു മോഡേൺ രീതിയിൽ. അതിനുവേണ്ടി അവർ പുതിയ വാച്ചുകൾ കെട്ടുന്നു, ബ്രിട്ടീഷ് വിഗുകൾ വെക്കുന്നു, പുതിയ കോട്ടുകൾ ഇടുന്നു. അങ്ങനെയാണ് ഇവർ കോടതികളിലേക്ക് പോകുന്നത്. അപ്പോൾ മോഡേണിറ്റിയുടെ സിമ്പലുകളായിട്ടുള്ള പോക്കറ്റ് വാച്ച്, മോഡേണിറ്റിയുടെ സിമ്പിളായിട്ടുള്ള കോട്ടൊക്കെ ധരിച്ച് ഇവർ പോവുകയാണ്. പക്ഷെ പോകുന്ന സമയത്തും അവരുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് അവരുടെ പൂണൂലാണ്. അതുകൊണ്ട് കയ്യിൽ അവർക്ക് മോഡേണിറ്റിയുടെ സിമ്പിളായിട്ടുള്ള വാച്ച് ഉണ്ടെങ്കിലും അവരുടെ നെഞ്ചിൽ കിടക്കുന്നത് പൂണൂല് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് MSS പാണ്ഡ്യൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും വലിയൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഒരു ജഡ്ജി എങ്ങനെ ഇരിക്കും എന്ന് ഇന്ത്യൻ ജനത ആദ്യം കാണുന്ന ബ്രാഹ്മണ ജഡ്ജിയാണ്. അതുകൊണ്ടാണ് ഒരു കുറി തൊടുന്ന അല്ലെങ്കിൽ വിഭൂതിയുടെ 3 ലൈൻസ് ഉള്ള ഒരു ജഡ്ജിയെ നമുക്ക് കാസ്റ്റിസ്റ്റ് ആയിട്ട് തോന്നാത്തത്. പക്ഷെ തൊപ്പി വെച്ചൊരു ജഡ്ജി വരികയാണെങ്കിൽ
അയ്യോ പെട്ടെന്ന് നമ്മുടെ ഇസ്ലാമോഫോബിയൊക്കെ പെട്ടെന്ന് ചാടി വെളിയിൽ വരും. തൊപ്പി വെച്ച് റിലീജിയസ് ചിഹ്നം വെച്ചൊരു ജഡ്ജി വന്നുകൂടാന്ന് പറയും. പൊട്ട് തൊട്ട് അഡ്വക്കേറ്റായിട്ട് വാദിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ നമുക്ക് ഒരു സവർണ സ്ത്രീ എന്ന് തോന്നാറില്ല, അല്ലെങ്കിൽ ഒരു കാസ്റ്റിസ്റ്റ് സ്ത്രീ എന്ന് നമുക്ക് തോന്നാറില്ല. പക്ഷെ നാളെ ഹിജാബ് ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ വരുമ്പോൾ നമുക്കത് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നും. മദർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചിത്രം നമ്മളെ കാണിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ദുർഗാദേവിയെ പോലെ ഇരിക്കുമ്പോൾ നമുക്കത് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീയെ നമ്മൾ മദർ ഇന്ത്യ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ സവർണം എന്നുള്ളത് സെക്യുലർ ആയിട്ട് തെറ്റിദ്ധരിച്ച ഒരു ജനതയാണ് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്ക പ്രോബ്ലംസിൻ്റെയും ഇസ്ലാമോഫോബിയയുടെ റൂട്ട്സ് എടുത്ത് നോക്കിയാൽ അത് കാസ്റ്റിസത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ പേട്രിയാർക്കിയുടെ റൂട്ട്സ് എടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അത് ബ്രാഹ്മണികൾക്ക് പേട്രിയാർക്കിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ എക്കണോമിക് തകർച്ച, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കാത്തതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഇവിടെ ജാതി നിലനിന്നത് കൊണ്ടും ഒരു ജാതിയിലുള്ള മനുഷ്യർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള മൊബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ഈ ജാതി എന്നുള്ളത് നമുക്ക് ആർക്കും അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല. ഇൻറ്റിമേറ്റ് സ്പിയറിൽ നമ്മൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നു, കല്യാണം കഴിക്കുന്നു, ആരുമായിട്ട് ബെഡ് ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഈ ജാതി സങ്കല്പങ്ങൾ കൊണ്ട് നടക്കുകയും പക്ഷേ നമ്മുടെ ഭാഷയിലോ സംസ്കാരത്തിലോ ഡിസ്കോഴ്സിലോ ഒന്നും അത് കടന്നു വരാത്ത രീതിയിൽ നമ്മളെ തന്നെ ഗാർഡ് ചെയ്ത് ഇല്ല, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജാതിയില്ലാത്ത സെക്യുലർ മനുഷ്യൻ. നമ്മൾ ഈ സെക്യുലർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സെക്യുലറിസം ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. വാട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഇസ് Savarnaism masquerading as secularism.